കാലടിയിൽ സ്കൂട്ടർ യാത്രക്കാരനെ കുത്തിവീഴ്ത്തി 20 ലക്ഷം രൂപ കവർന്ന കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. കയ്പമംഗലം സ്വദേശി അസീസ് അടക്കം 4 പേരെയാണ് പിടികൂടിയത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിഷ്ണു, നേരത്തെ തന്നെ ഈ പ്രതികളുടെ വാഹനങ്ങളടക്കം അവരുടെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. എവിടെ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്? ഗൂഗിൾ പ്രത്യേക അന്വേഷണ സംഘം കയ്പമംഗലത്ത് നിന്നാണ് പ്രതികളെ പിടികൂടിയത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിയത്. പട്ടാപ്പകൽ 27-ാം തീയതി കാലടി ടൗണിൽ വെച്ച് പട്ടാപ്പകലാണ് ഈ തങ്കച്ചനെ കുത്തി പരിക്കേൽപ്പിച്ചത്. തങ്കച്ചന്റെ പക്കൽ ഏകദേശം 20 ലക്ഷം രൂപയുണ്ടായിരുന്നു. ഈ പച്ചക്കറി കടയിലെ ക്യാഷ്യറായിരുന്നു തങ്കച്ചൻ. സാധാരണഗതിയിൽ ഇത്തരം തുക തങ്കച്ചൻ കൊണ്ടുപോകാറുണ്ട്. ഇത് അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഇത് കൃത്യമായി ആസൂത്രണം ചെയ്ത കുത്തി പരിക്കേൽപ്പിച്ചത്. ഈ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് തങ്കച്ചനെ കുത്തിയത്. എന്നാൽ കേസിൽ കൂടുതൽ പേരുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. നിലവിൽ കയ്പമംഗലം സ്വദേശി അസീസ് അടക്കം 4 പേരെയാണ് പിടികൂടിയിരിക്കുന്നത്. കൂടുതൽ പ്രതികളെ വരും ദിവസങ്ങളിൽ പിടികൂടുമെന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. ഇന്നുവരെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട CPIM നേതാക്കൾ നൽകിയ അപ്പീൽ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. അപ്പീലിൽ അന്തിമ തീരുമാനമെടുക്കുന്നതുവരെ ശിക്ഷാവിധി നടപ്പാക്കുന്നത് തടയണമെന്നും ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത്. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമനടക്കം 4 പ്രതികളാണ് അപ്പീൽ നൽകിയിരിക്കുന്നത്. ശ്രീകാന്ത് നൽകും വിശദാംശങ്ങൾ. ശ്രീകാന്ത്, CPM-നെ സംബന്ധിച്ചിടത്തോളം, ഈ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ അപ്പീൽ അപേക്ഷയാണ്. ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിലൊരു പ്രതിരോധത്തിന് സാധ്യമാകണമെങ്കിൽ ഈ അപ്പീൽ അനുവദിക്കുകയും വേണം. ഗോകുൽ, ഇന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലേക്കാണ് ഈ കേസ് വരാൻ പോകുന്നത്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ CPIM-ന്റെ 4 പ്രധാനപ്പെട്ട നേതാക്കൾ, അതിലൊന്ന് ഉദുമ മുൻ MLA-യും അതോടൊപ്പം തന്നെ CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ അടക്കമുള്ളവരാണ് ഇത് നൽകിയിട്ടുള്ളത്. ഇവർക്ക് 5 വർഷത്തെ തടവ് ശിക്ഷയും 10,000 രൂപ പിഴയുമാണ് കീഴ്ക്കോടതി വിധിച്ചത്. ഈ പശ്ചാത്തലത്തിൽ തങ്ങളുടെ ശിക്ഷ സസ്പെൻഡ് ചെയ്ത് ആ സസ്പെൻഡ് ചെയ്യുന്ന കാലയളവിൽ അപ്പീൽ കേൾക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അതാകുമ്പോൾ അവർക്ക് ജയിലിൽ കിടക്കേണ്ടി വരില്ല, ജാമ്യം കിട്ടി പുറത്തിറങ്ങാനും സാധിക്കും. സാധാരണഗതിയിൽ ഇത്തരത്തിൽ നടപടികൾ സാങ്കേതികമായ നടപടിയാണ്, അത് നടക്കാറുണ്ട് കോടതിയിൽ. ശിക്ഷ സസ്പെൻഡ് ചെയ്ത് ജാമ്യത്തിൽ നിന്നുകൊണ്ട് അപ്പീലിന്മേൽ വാദം കേൾക്കുക എന്നുള്ള നടപടി കോടതിയിൽ നടക്കാറുള്ളതാണ്. അത് ഇതുപോലെയുള്ള ഒരു കേസിൽ, ഇത്ര പ്രമാദമായ കേസിൽ, ഇത്ര ക്രൂരമായ കൊലപാതകം നടന്ന കേസിൽ നടക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇന്നെന്തായാലും ഈ വിഷയത്തിൽ എതിർകക്ഷികൾക്ക് നോട്ടീസ് പോകാനാണ് സാധ്യത. ശക്തമായ എതിർപ്പ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. സർക്കാരിന്റെ നിലപാട് ഇതിൽ എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അങ്ങനെ വലിയ രാഷ്ട്രീയ മാനങ്ങൾ കൂടി വരാൻ പോകുന്ന കേസാണ് ഇത്. ഇവരുടെ അപ്പീൽ എന്ന് പറയുന്നത് ഇന്ന് ഏതാണ്ട് ഒരു 11 മണിയോടുകൂടിയൊക്കെ ഈ കേസ് പരിഗണിക്കും എന്നാണ് മനസ്സിലാകുന്നത്. ശരി, ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.